ഹലോ എവറി വൺ, എൻ്റെ പേര് നിയ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾ ഇപ്പോൾ ഒരു ഷോപ്പിങ്ങിന് പോവുകയാണെങ്കിൽ നിങ്ങളെ കോംപ്ലിമെന്റ് ചെയ്യുന്ന, നിങ്ങൾക്ക് കൂടുതൽ സ്യൂട്ട് ആവുന്ന ഒരു ഡ്രസ്സ് അല്ലെങ്കിൽ നിങ്ങളെ നന്നായി കോംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു ഡ്രസ്സ് എങ്ങനെ സെലക്ട് ചെയ്യാം എന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. സോ നിങ്ങളൊരു വാം അണ്ടർടോൺ ഉള്ള വ്യക്തിയാണെങ്കിൽ വാം കളേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് സ്യൂട്ട് ആവുക. നേരെ മറിച്ച് നിങ്ങളൊരു കൂൾ അണ്ടർടോൺ ഉള്ള വ്യക്തിയാണെങ്കിൽ കൂൾ കളേഴ്സ് ആണ് നിങ്ങൾക്ക് സ്യൂട്ട് ആവുക. ഇങ്ങനെ അപ്പോൾ നിങ്ങളുടെ സ്കിന്നിന്റെ നാച്ചുറൽ അണ്ടർടോണും നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഡ്രസ്സിന്റെ അണ്ടർടോണും തമ്മിൽ മാച്ച് ആവുകയാണെങ്കിൽ നിങ്ങളെ കോംപ്ലിമെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ സ്യൂട്ട് ആവുന്ന അല്ലെങ്കിൽ എന്താ പറയുക നിങ്ങൾ കൂടുതൽ ഹെൽത്തി ആയി ഫീൽ ചെയ്യിപ്പിക്കുന്ന, കൂടുതൽ റേഡിയന്റ് ആയി ഫീൽ ചെയ്യിപ്പിക്കുന്ന ഡ്രസ്സുകൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. സോ അതിന് നമുക്ക് ആദ്യം പറയേണ്ട കാര്യം എന്താണ്? ഇപ്പോൾ ഒരു കളർ കണ്ടു കഴിഞ്ഞാൽ, ഒരു ഡ്രസ്സിന്റെ ഒരു കളർ കണ്ടു കഴിഞ്ഞാൽ ആ കളർ വാം ആണോ അതൊരു കൂൾ കളർ ആണോ ഒരു വാം കളർ ആണോ നമുക്ക് ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. എന്നാൽ മാത്രമേ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതെങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് വാം കളേഴ്സ്, എന്താണ് കൂൾ കളേഴ്സ് എന്നുള്ള അതിന്റെ ഒരു ബേസിക് ഡീറ്റെയിൽ ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇതിന് മുന്നൊരു വീഡിയോ ചെയ്തിരുന്നു. ആക്ച്വലി നിങ്ങൾക്ക് സ്യൂട്ട് ആവുന്ന ഡ്രസ്സ് എങ്ങനെ സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ മുന്നേ ചെയ്തിരുന്നു. അതിന്റെ ഒരു ഏകദേശം ഒരു പാർട്ട് 2, കുറച്ചും കൂടി കൂടുതൽ ബേസിക്സുകളാണ് ഞാൻ ഇതിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ അപ്പം ആ വീഡിയോ ചെയ്തപ്പോൾ എല്ലാവരും എനിക്ക് ഒരു കമന്റ് പറഞ്ഞു, എനിക്ക് ഭയങ്കര സ്പീഡ് കൂടുതലാണ്, അതുകൊണ്ട് ക്യാച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന്. സോ ഞാൻ മാക്സിമം ഈ വീഡിയോയിൽ മെല്ലെ, അതായത് സ്പീഡ് കുറച്ച് പറയാൻ നോക്കാം. എനിക്ക് പറയാൻ പറ്റില്ല, കാരണം എൻ്റെ ഒരു ബൈ ബർത്ത് എനിക്ക് കുറച്ച് സംസാരിക്കുമ്പോൾ കുറച്ചൊരു സ്പീഡ് കൂടുതലാണ്, ഭയങ്കര ജെറ്റ് വിട്ട പോലെയാണ് ഞാൻ സംസാരിക്കാറ്. സോ മാക്സിമം ഞാനതിൽ സ്പീഡ് കുറച്ച് പതിയെ സംസാരിക്കാനായിട്ട് നോക്കാം. ഓക്കെ. അപ്പോൾ ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ നിങ്ങളുടെ അണ്ടർടോൺ ഏതാണെന്ന് ക്ലിയർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ അണ്ടർടോൺ ഏതാണെന്ന് അറിയില്ലെങ്കിൽ അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അത് പോയി ഒന്ന് കാണൂ ആദ്യം, എന്നാൽ മാത്രമേ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കുള്ളൂ. എന്നിട്ട് നിങ്ങളുടെ അണ്ടർടോൺ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം ഈ വീഡിയോ തുടർന്ന് കാണാം. ഓക്കെ. സോ ഈ വീഡിയോ ഞാൻ ആക്ച്വലി പോയിന്റ് വൈസ് ആണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കൂടുതൽ നിങ്ങൾക്കത് എഫക്റ്റീവായിട്ട് ഫീൽ ചെയ്യും. സോ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പം തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ റൈറ്റ് സൈഡിലായിട്ടൊരു റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടായിരിക്കും, അത് പോയി ക്ലിക്ക് ചെയ്യുക. അതിന് തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കണും കൂടി ഉണ്ടായിരിക്കും, അതും കൂടെ ക്ലിക്ക് ചെയ്യുക. സോ ദാറ്റ് ഞാൻ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ദാറ്റ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒന്നും മിസ്സാവാതെ തന്നെ കാണാൻ പറ്റും. സോ സബ്സ്ക്രൈബ് ചെയ്യുക, ഒരിക്കലും മറക്കരുത്. ഓക്കെ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ വീഡിയോയുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് വെച്ചാൽ എന്താണ് വാം കളേഴ്സ്, എന്താണ് കൂൾ കളേഴ്സ്, അതായത് ലേൺ വാട്ട് വാം ആൻഡ് കൂൾ ലുക്ക് ലൈക്ക്. സോ നമ്മുടെ കളർ വീലിൽ 3 പ്രൈമറി കളേഴ്സ് ആണുള്ളത്. ഈ കളേഴ്സിനെ പറ്റി നമ്മുടെ ഹൈസ്കൂൾ ക്ലാസ്സിൽ കുറച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രൈമറി കളേഴ്സ് എന്ന് പറഞ്ഞാൽ റെഡ്, യെല്ലോ ആൻഡ് ബ്ലൂ. ഇതാണ് നമ്മുടെ പ്രൈമറി കളേഴ്സ്. ഇനി ഇതിനെ നമ്മൾ മിക്സ് ആൻഡ് മാച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് സെക്കൻഡറി കളേഴ്സ് കിട്ടുക. അതായത് 2 പ്രൈമറി കളേഴ്സ് ചേരുമ്പോഴാണ് നമുക്ക് സെക്കൻഡറി കളേഴ്സ് കിട്ടുക. ആ സെക്കൻഡറി കളേഴ്സ് എന്ന് പറയുന്നത് പർപ്പിൾ, ഓറഞ്ച് ആൻഡ് ഗ്രീൻ. ഇതാണ് സെക്കൻഡറി കളേഴ്സ്. ഈ ഒരു കളർ വീലിനെ നമ്മൾ 2 ഹാഫായിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു കൂൾ സൈഡും കിട്ടും, ഒരു വാം സൈഡും കിട്ടും. അപ്പൊ ഇതാണ് ബേസിക് പ്രിൻസിപ്പിൾ. അപ്പൊ ഇത് 6 കളേഴ്സിനെ മാത്രം ബേസ് ചെയ്തിട്ടുള്ള ഒരു കളർ വീലാണ്. കുറച്ചും കൂടി ഒരു 12 കളേഴ്സ് ഉള്ള ഒരു കളർ വീൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി സെയിം പ്രിൻസിപ്പിൾ തന്നെയാണുള്ളത്. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഒരു വൈഡ് റേഞ്ച് ഓഫ് കളേഴ്സിനെ പറ്റിയിട്ടുള്ള ഒരു ധാരണ കിട്ടും. അപ്പൊ ഇതൊരു 12 കളേഴ്സ് ഉള്ള ഒരു കളർ വീലാണിത്. അതിന്റെ പിക്ചർ ഞാനിവിടെ ഇൻസേർട്ട് ചെയ്യാം. ഇതും നേരത്തെ പറഞ്ഞ അതേ ബേസിക് പ്രിൻസിപ്പിൾ തന്നെയാണ് ഇതിലും അപ്ലൈ ചെയ്യാം. ഇതിനെ നമ്മൾ 2 ഹാഫായിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു കൂൾ സൈഡും വാം സൈഡും കിട്ടും. ഈ ഒരു കളർ വീൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഡ്രസ്സ് കണ്ട ഈസി ആയിട്ട് പറയാൻ പറ്റും അതൊരു കൂൾ കളർ ആണോ അത് വാം കളർ ആണോ അല്ലേ. സോ അപ്പോൾ ഒരു പോയിന്റ് കഴിഞ്ഞു. ഇനി സെക്കൻഡ് പോയിന്റ് എന്ന് വെച്ചാൽ ഈച്ച് കളർ ക്യാൻ ബി കൂൾ ഓർ വാം. അതാണ് സെക്കൻഡ് പോയിന്റ്. അതെന്താന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമ്മൾ കളേഴ്സ് തമ്മിൽ മിക്സ് ചെയ്യുമ്പം ആ കളർ കുറച്ചും കൂടെ അതിന്റെ അണ്ടർടോൺ വേണമെങ്കിൽ കുറച്ചും കൂടി ഒരു വാം അണ്ടർടോൺ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു കൂൾ അണ്ടർടോൺ ആയിരിക്കാം. അതായത് നമ്മൾ മിക്സ് ചെയ്തതിനെ ബേസ് ചെയ്തിരിക്കും. നമ്മളിപ്പോൾ ഒരു കളർ, ഒരു ബ്ലൂ എന്നുള്ള കളർ കണ്ടു.
അത് ആ ബ്ലൂ എന്നുള്ള കളറ് ചിലപ്പോൾ നമ്മൾ ആ കളർ വീലിൽ കാണുന്ന എക്സാക്ട് ബ്ലൂ ആയിരിക്കില്ല. അതിൽ ഒരു ചെറിയൊരു എമൗണ്ട് വേറൊരു കളറും കൂടെ ആഡ് ആയിട്ടുണ്ടായിരിക്കും. ആ കളർ ഏതാണോ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ബ്ലൂ എന്ന് പറയുന്നത് ഒരു വാം ബ്ലൂ ആണോ അതൊരു കൂൾ ബ്ലൂ ആണോ എന്നുള്ളത് നമ്മൾ പറയാം. ആ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്തിരിക്കുന്ന എന്ത് കളറാണ് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ വാം ആണോ കൂൾ ആണോ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഇതിപ്പോ ഒരു ബേസിക് ബ്ലൂ കളറാണ്. ബേസിക് ആയിട്ടുള്ള ബ്ലൂ, അതായത് നമ്മൾ കളർ വീലിൽ കാണുന്ന ബ്ലൂ ഏതാണോ ആ എക്സാക്ട് കളറാണ് ഈ ഒരു ബ്ലൂ എന്ന് പറയുന്നത്. അതിലേക്ക് നമ്മൾ നമ്മുടെ എക്സാക്ട് റെഡ് കളർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു കുറച്ചൊരു എമൗണ്ട് എക്സാക്ട് റെഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും കൂടി വാം ആയിട്ടുള്ള ഒരു ബ്ലൂ കളർ കിട്ടും. ഇപ്പൊ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല, അതിലൊരു കുറച്ചൊരു വാം അണ്ടർടോൺ ഉണ്ട്. അത് നമ്മുടെ നേരത്തെ കാണിച്ച എക്സാക്ട് ബ്ലൂവിൽ നിന്നും കുറച്ചൊരു കുറച്ചുകൂടി ഒരു വാമർ ആണ് ആ ഒരു ബ്ലൂ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ആ വാം ആയിട്ടുള്ള ബ്ലൂവിലേക്ക് കുറച്ചും കൂടി എമൗണ്ട് ഇങ്ങനെ റെഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കുറച്ചും കൂടെ ഒരു സം പോയിന്റ് നിങ്ങൾക്ക് അതൊരു പർപ്പിൾ ആയിട്ടുള്ള കളറായിട്ട് കിട്ടും. പർപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാഫ് ബ്ലൂ ആൻഡ് ഹാഫ് റെഡ് ആണ് പർപ്പിൾ എന്ന് പറഞ്ഞ കളർ. അപ്പൊ അതെന്താണ്? നമ്മുടെ ബ്ലൂവിനെക്കാട്ടും നല്ലോണം വാം ആയിട്ടുള്ള ഒരു കളറാണ് പർപ്പിൾ എന്ന് പറയുന്നത്. സോ ഇങ്ങനെയാണ് ആ ഒരു റേഞ്ച് പോകുന്നത്. നമ്മുടെ ബേസിക് കളറിലേക്ക് നമ്മളിപ്പോ ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്യുമ്പോൾ ആ കളർ ബ്ലൂ എന്ന് പറഞ്ഞാൽ അത് എക്സാക്ട് നമ്മുടെ ആ ഒരു കളർ വീലിൽ കാണുന്ന പ്രൈമറി കളർ ബ്ലൂ ആയിരിക്കില്ല. അല്ലെങ്കിൽ ഇപ്പോൾ റെഡോ ഗ്രീനോ എങ്ങനെയാണെന്ന് വെച്ചാൽ അതൊരു എക്സാക്ട് ഗ്രീനോ ആയിരിക്കില്ല. അതിൽ ഒരു ബിറ്റ് ഓഫ് എമൗണ്ട്, ഒരു കുറച്ചെങ്കിലും വേറൊരു കളർ മിക്സ് ആയിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ ഒരു കളർ ഏതാണോ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അത് ഒരു കുറച്ചും കൂടി വാമർ ആണോ അതോ കൂളർ ആണോ എന്ന് നമ്മൾ പറയാം. ആ ഒരു ബിറ്റ് എമൗണ്ട് ഏതാണോ അത് വെച്ചിട്ടാണ് നമ്മൾ അതിനെ വെച്ചിട്ടാണ് നമ്മൾ അങ്ങനെ പറയാം. സോ അത് കുറച്ചൊരു ട്രിക്കിയാണ്. കുറച്ചൊരു പ്രാക്ടീസ് വേണം അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മൾ പെയിന്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും. ഒരു കളർ കണ്ടു കഴിഞ്ഞാൽ അത് ഏതൊക്കെ കളർ മിക്സ് ചെയ്താലാണ് ആ കളർ കിട്ടാന്നുള്ളത് നന്നായിട്ട് പെയിന്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ പറയാൻ പറ്റും. അപ്പൊ നോർമലി ഇപ്പം നമ്മൾ പെയിന്റ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ നമുക്കത് അത്ര ഈസി അല്ല. കുറച്ച് പ്രാക്ടീസ് വേണം അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ കളർ കണ്ടു, അത് വാം ആണോ അതോ കൂൾ ആണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അത് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എന്ന് ഞാൻ പറയാം. അതായത് ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഇങ്ങനത്തെ ഒരു യെല്ലോ കളറാണ് നിങ്ങൾ കണ്ടത്. ഇപ്പൊ ഇതിൽ കൂടുതൽ ഇതിപ്പോ ഒരു വാം അണ്ടർടോൺ ആണോ അതൊരു കൂൾ അണ്ടർടോൺ ആണോ ഇതിലുള്ളതെന്നുള്ളത് എങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? അതിന് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഒരു ഇപ്പൊ എന്താണ്, യെല്ലോ ആണെങ്കിൽ യെല്ലോന്റെ പല വെറൈറ്റീസ് നമ്മളൊന്ന് അതിന്റെ അടുത്തടുത്തായിട്ട് വെക്കാം. എന്നിട്ട് അപ്പൊ നമുക്ക് തന്നെ മനസ്സിലാവും ഈ യെല്ലോന് കുറച്ചൊരു ഗ്രീൻ അണ്ടർടോൺ കൂടുതലുണ്ട്, ഇതിന് കുറച്ചൊരു ഓറഞ്ച് അണ്ടർടോൺ കൂടുതലുണ്ടെന്ന്. ആ യെല്ലോസിന്റെ ഒരു വൈഡ് റേഞ്ച് ഓഫ് യെല്ലോസ് നമ്മളിങ്ങനെ അടുത്ത് കൊണ്ടുവന്നിട്ട് അതൊന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതാണ് കൂൾ അണ്ടർടോൺ കൂടുതലുള്ള യെല്ലോ, ഇതാണ് വാം അണ്ടർടോൺ കൂടുതലുള്ള യെല്ലോ. ഇപ്പൊ ഞാനിത് മൊത്തം ഈ ഒരു പിക്ചറിൽ ഞാനിത് മൊത്തം കുറച്ചധികം യെല്ലോന്റെ കളേഴ്സുകൾ ഓർഡറിൽ വെച്ചിട്ടുണ്ട്. അതിൽ ലെഫ്റ്റ് സൈഡിലുള്ളതിൽ കുറച്ച് കണ്ടാൽ തന്നെ മനസ്സിലാവും കുറച്ച് ഓറഞ്ച് കൂടുതലുണ്ട് ആ കളർ, ആ ഒരു യെല്ലോയില് ഇല്ലേ? അപ്പൊ അതൊരു കൂടുതൽ വാം ആയിട്ടുള്ള യെല്ലോ ആണ്. ഇനി റൈറ്റ് സൈഡിലുള്ളതിൽ നോക്കുകയാണെങ്കിൽ അതിൽ ഗ്രീൻ ആണ് കുറച്ചും കൂടി ആഡ് ചെയ്തിട്ടുള്ള ഒരു കളർ, അതായത് അത് കുറച്ചും കൂടി കൂൾ ആയിട്ടുള്ള യെല്ലോ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു സിംഗിൾ കളർ കണ്ടിട്ട് അത് കൂളാണോ വാം ആണോ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്താ ചെയ്യാം? ഒരു വൈഡ് റേഞ്ച് ഓഫ് യെല്ലോ, അപ്പൊ യെല്ലോ ആണെങ്കിൽ വൈഡ് റേഞ്ച് ഓഫ് യെല്ലോ വെക്കുക, എന്നിട്ട് കമ്പയർ ചെയ്യുക. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഈസിയാണ് ഏതാണ് വാം ആയിട്ടുള്ള യെല്ലോ, അല്ലെങ്കിൽ ഏതാണ് അതിൽ കൂടുതൽ ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്ന അണ്ടർടോൺ ഏതാണെന്ന് മനസ്സിലാക്കാൻ കുറച്ചും കൂടി ഈസിയാണ്. ഇതാണ് നെക്സ്റ്റ് ട്രിക്ക്. അപ്പോൾ ഇങ്ങനെ കാണിച്ചിരിക്കുന്ന വിധത്തിൽ കളേഴ്സ് മിക്സ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് വാമർ സൈഡും കൂളർ സൈഡും ഐഡന്റിഫൈ ചെയ്യാൻ കുറച്ചും കൂടിയും ഈസി ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇത്രയാണ് നമ്മുടെ ട്രിക്സ് എന്ന് പറയുന്നത്. ഇനി നമ്മളിപ്പോൾ ഒരു കടയിൽ പോയിട്ട് ഞാൻ കുറച്ചൊരു എക്സ്ട്രാ 2 ടിപ്പും കൂടെ പറയാം. അതായത് നമ്മളിപ്പോൾ ഒരു കടയിൽ പോയിട്ട് ഒരു ഡ്രസ്സ് പർച്ചേസ് ചെയ്യുമ്പം എനിക്ക് പലതവണ പറ്റിയിട്ടുണ്ട്. അതായത് നമ്മൾ കടയിൽ നിന്ന് സെലക്ട് ചെയ്യുമ്പം ആ കളർ നമുക്ക് ഭയങ്കര ഇഷ്ടമാവും, പക്ഷെ നമ്മൾ വീട്ടിൽ വന്നിട്ട് ഡേ ലൈറ്റിൽ അത് കാണുമ്പം ചിലപ്പോൾ അത് അത്ര സ്യൂട്ട് ആയിരിക്കില്ല. സോ നമ്മളിപ്പോൾ ഒരു കടയിൽ നിന്ന് ഒരു ഡ്രസ്സ് വാങ്ങുമ്പോൾ നമ്മൾ അതൊന്ന് ഡേ ലൈറ്റിലും കൂടെ എക്സാമിൻ ചെയ്തതിന് ശേഷം നോക്കുക. കാരണം അതായത് നമ്മുടെ ഇപ്പോൾ ചേഞ്ചിങ് റൂംസിലായാലും ആ ലൈറ്റിങ് നമ്മൾ കൂടുതൽ ഗ്ലോയി ആയിട്ട് ഫീൽ ചെയ്യിപ്പിക്കുന്ന തരത്തിലുള്ള ലൈറ്റിംഗ് ആയിരിക്കും കടയിലായാലും അതായത് ചേഞ്ചിങ് റൂംസിലായാലും ഒക്കെ ഉണ്ടാവാം. സോ അതൊരു സൈക്കോളജിക്കൽ മൂവ് ആണെന്ന് വേണമെങ്കിൽ പറയാം. സോ അത് നിങ്ങൾ ഒരു ഡ്രസ് സെലക്ട് ചെയ്യുമ്പോൾ ആദ്യം അതൊന്ന് ഡേ ലൈറ്റിൽ കാണുക. ഒരു വിൻഡോന്റെ അടുത്തെങ്ങാനും പോയിട്ട് ഒരു ഡേ ലൈറ്റിൽ ഒന്ന് എക്സാമിൻ ചെയ്ത് നോക്കുക. അതിനുശേഷം മാത്രം പർച്ചേസ് ചെയ്യാം. ഇനി സെക്കൻഡ് ടിപ്പ് എന്ന് പറഞ്ഞാൽ
അപ്പം നമ്മുടെ കണ്ണുകൾ ശരിക്കും ഒരു ബാലൻസിങ് ഇഷ്ടപ്പെടുന്നുണ്ട്. അതായത് നിങ്ങളിപ്പോൾ ഒരു വോം അണ്ടർടോണുള്ള വ്യക്തിയാണ്, നിങ്ങൾ വോം കളറിലുള്ള ഒരു ഡ്രസ്സ് ഇട്ടു, ഓക്കെ ഫൈൻ. നിങ്ങളൊരു ബിറ്റ് ഓഫ് ഒരു കൂൾ കളറും കൂടെ അതിലേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ ശരിക്കും അത് നമ്മുടെ ആ ഒരു ഫുൾ ലുക്കിനെ തന്നെ ഒന്ന് പോപ്പ് ഔട്ട് ചെയ്ത് നിർത്തും. അതായത് ഇപ്പോൾ നിങ്ങളൊരു വാം അണ്ടർടോണുള്ള ഒരു ഡ്രസ്സ് ഇട്ടു, അതിനുശേഷം ചെറുതായിട്ടൊരു ബ്ലൂ അണ്ടർടോണിലുള്ള എന്തെങ്കിലും ഒരു നെക്ലെസോ നെക്ക് പീസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ആക്സസറീസോ അങ്ങനെ ബ്ലൂ അണ്ടർടോണുള്ളത് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഐസിന് എപ്പോഴും ബാലൻസ് ഇഷ്ടമാണ്. സോ അത് രണ്ടും തമ്മിൽ ബാലൻസ് ചെയ്ത് പോകും. സോ അത് പോപ്പ് ഔട്ട് ചെയ്ത് നിൽക്കും. അത് പെട്ടെന്ന് നമ്മുടെ ഒരു ഔട്ട്ഫിറ്റിൽ സഡൻലി ആയിട്ടുള്ള ഒരു ചേഞ്ച് വരുത്തും. സോ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കാം. ഇനി നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കളർ കണ്ടിട്ട് അതൊരു വാമോ ആണോ കൂളാണോ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു ആപ്പ് ഉണ്ട്. യെസ്, ഇപ്പോൾ ഈ കാലത്ത് എല്ലാറ്റിനും മുട്ടിന് ആപ്പല്ലേ. സോ ഇതിനും ഒരു ആപ്പ് ഉണ്ട്. ആ ആപ്പിന്റെ പേരാണ് കളർ ഗ്രാബ്. ഇതൊരു ആൻഡ്രോയിഡ് യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് അത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. കളർ ഗ്രാബ്, അതാണ് ആ ആപ്പിന്റെ പേര്. അത് നമ്മുടെ ഒരു ഫോണിലെ ക്യാമറ പോലെ തന്നെയാണ്. അത് ഏതെങ്കിലും ഒരു കളേഴ്സിന്റെ മുമ്പിൽ വെച്ചിട്ട് പോസ് ചെയ്യുക, ലോക്ക് ചെയ്യുക. അപ്പം നമുക്ക് കറക്റ്റ് ആയിട്ട് അത് ഏതൊക്കെ കളേഴ്സ് ആണ് അതിൽ ഉള്ളതെന്നുള്ളത് ഏതാണ് അതിൽ കൂടുതൽ പ്രൊമിനന്റ് ആയിട്ട് നിൽക്കുന്ന കളർ എന്നൊക്കെ അത് തന്നെ അത് ഡിറ്റക്ട് ചെയ്തിട്ട് നമുക്ക് പറഞ്ഞുതരും. ഈസി അല്ലേ? സോ ഇതാണ് തേർഡ് ട്രിക്ക്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്തു എന്ന് വെച്ചാൽ ദെൻ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഈ വീഡിയോനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ഇടുക. ഞാൻ എല്ലാ കമന്റ്സിനും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. സോ സീ യു ഓൾ മൈ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ. ലുക്ക് ബ്യൂട്ടിഫുൾ ആൻഡ് ബി ഹാപ്പി. ബൈ.